വൈകിട്ട് ഒരു പൈനാപ്പിൾ പാലും കുടിച്ചിട്ട് നേരെ വീട്ടിൽ വന്നപ്പോഴത്തേക്കും അമ്മ പറഞ്ഞു കുറച്ച് ഇഞ്ചി നടാനുണ്ടെന്ന്. ഞങ്ങൾ എല്ലാ തവണയും വയലിലാണ് ഇഞ്ചി നടുന്നത്. ഇത്തവണ ഒരു വെറൈറ്റിക്ക് വേണ്ടി കുറച്ച് ഇഞ്ചി ഗ്രോ ബാഗ് നടാമെന്ന് വെച്ചു. അങ്ങനെ ഇഞ്ചിയെല്ലാം നട്ട് ഗ്രോ ബാഗ് സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു വിറക് കിടക്കുന്നുണ്ട്. എന്നാൽ പിന്നെ അജു അതും കൂടി കീറിക്കളയാന്ന്. ചെറിയ വിറകായിരുന്നെങ്കിലും ഞാൻ ഉദ്ദേശിച്ചത്ര എളുപ്പമായിരുന്നില്ല. അത്യാവശ്യം പണിപ്പെട്ട് തന്നെയാണ് വിറക് കീറിയത്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് വിചാരിച്ചു എന്തായാലും ശരീരം വീർത്തു, ഇനിയിപ്പോൾ കുറച്ച് വർക്കൗട്ട് കൂടി ആവാമെന്ന്. വിറക് കീറി കഴിഞ്ഞപ്പോഴത്തേക്കുള്ള എൻ്റെ ബോഡി കണ്ടീഷൻ ഇതായിരുന്നു. അത്യാവശ്യം നല്ല രീതിയിൽ വീർത്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നേരെ മുറ്റത്തേക്ക് പോയി. മുറ്റത്ത് നല്ല സ്ഥലം ഉണ്ടായതുകൊണ്ട് കുറച്ച് നേരം നേരിയാൽ ചെയ്ത് നോക്കി. അപ്പം സുജിനണ്ണൻ എത്തി. എന്നാൽ പിന്നെ സുജിനണ്ണൻ ചലഞ്ച് കൊടുക്കാമെന്ന് വെച്ചു. ഒരു ചലഞ്ചുണ്ട്. ആ മതിലൊന്ന് ചാടി കയറണം അവിടെ നിന്ന്. ആ ഈസിയാണോ? ഒന്നുകൂടെ ട്രൈ ചെയ്താൽ കിട്ടും. ആ ആ ഗുഡ്. ഒന്നുകൂടെ. ആ ഏതാ അല്ല. പിന്നീടുള്ള യുദ്ധം അക്കാഡമിയിലായിരുന്നു. ഞാൻ സ്ട്രെച്ച് ചെയ്ത് സ്കിപ്പ് റോപ്പിലേക്ക് കയറി. അവൻ സ്ട്രെച്ച് ചെയ്തിട്ട് നേരെ പോയത് വെയിറ്റ് ട്രെയിനിങ്ങിലേക്കാണ്. അപ്പോൾ ഞാൻ മുദ്ഗറും എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് സ്ക്വാട്ടിൻ്റെ സെക്ഷനിലേക്കാണ്. ആദ്യം ഞാൻ അവനെയും പിന്നെ അത് കഴിഞ്ഞിട്ട് അവൻ എന്നെയും വെച്ച് സ്ക്വാട്ട് ചെയ്തു. അടുത്ത സെക്ഷൻ റെസ്ലിങ്ങിൻ്റെ സെക്ഷനായിരുന്നു. ഞങ്ങൾ കുറച്ച് റെസ്ലിംഗ് മൂവ്സൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി. അടുത്ത സെക്ഷൻ കിക്കിൻ്റെ സെക്ഷനായിരുന്നു. അങ്ങനെ ഫോക്കസ് ബാൻഡ് സഹായത്തോടു കൂടി ഞങ്ങൾ കുറച്ച് കിക്ക് ചെയ്തു. അത് ഞാൻ നേരെ ബാഗ് വർക്കൗട്ടിലേക്ക് കയറി. അപ്പോൾ ഞാൻ ബാറ്റിൽ ഡ്രോപ്പ് ചെയ്തു. അടുത്തത് കാലിസ്തനിക്സ് ആൻഡ് യോഗ സെക്ഷനായിരുന്നു. സുജിലി ക്രോപ്പോസും എൽബോ ലിവറൊക്കെ ചെയ്തു നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇന്നത്തെ യുദ്ധം അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.